എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2024 എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പർ മറ്റു ഡീറ്റെയിൽസ് ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2024. Princess of Pentacles, Judgment, 10 of Cups, the Sun card, the High Priestess, Princess of Cups. ആദ്യം തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി ഓഫ് എന്താ പറയുക, ഒരു സാമ്പത്തികമായിട്ട് അടുത്തിടയ്ക്ക് നിങ്ങൾ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണെങ്കിൽ സാമ്പത്തികമായിട്ട് പ്രതിസന്ധികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് ബിസിനസ് സംബന്ധമായിട്ട് നിങ്ങൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾക്ക് കുടുംബത്തിൽ ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലും നടത്തിയെടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. പല സമയങ്ങളിലും നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്നത് നിങ്ങളുടെ ചുറ്റുപാടുകളല്ല, ശരിക്കും നിങ്ങളുടെ മനസ്സിലെ ചിന്തകളാണ്. നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ പെട്ടെന്ന് തളർന്നു പോകും. അപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് നിങ്ങൾ അങ്ങോട്ട് വിചാരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ചിന്ത മറ്റുള്ളവരെ മുതലെടുക്കുന്നു എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ട് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് ഇല്ലാത്തതും ഒന്നാണ്. പക്ഷെ പലപ്പോഴും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം പലപ്പോഴും ചില ആളുകൾ പഴയ രീതിക്ക് അനുസരിച്ചിട്ട് സേവ് ചെയ്യാൻ നമ്മൾ പറയും. നമ്മൾ ശമ്പളം ഇത്ര കിട്ടുമ്പോൾ ബാക്കിയുള്ളത് നമ്മൾ സേവ് ചെയ്യുക. പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യുന്നത്, അതായത് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ പണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നീട് ആ പണം നമ്മൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കണം എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു രീതിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. കിട്ടുന്നത് സേവ് ചെയ്തിട്ട് ബാങ്കിൽ വയ്ക്കുക, എന്നിട്ട് അത് കൂടി വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കുകയോ അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ചിന്തയിൽ വരുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു വിദ്യാർത്ഥിയാണ് എങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ചിന്താഗതിയിലൊക്കെ വ്യത്യാസം വരുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു യങ് മെന്റാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റോ മറ്റ് ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചുറ്റുപാടുമുള്ള ആളുകൾ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. പലരും അങ്ങനെ ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് പലപ്പോഴും വ്യക്തമായിട്ട് ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ അതുപോലുള്ള ആളുകളായിട്ട് സംസാരിച്ചിട്ട് അതിലേക്ക് മുന്നോട്ടേക്ക് പോവുക. ഓവറായിട്ട് റിസ്ക് എടുക്കണ്ട, പക്ഷെ കാൽക്കുലേറ്റഡ് ആയിട്ട് അതേസമയം റിസ്ക് എടുക്കുകയും വേണം. പക്ഷെ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, എന്ത് പറഞ്ഞാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പുറകോട്ടേക്ക് വലിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവര് എത്ര എളുപ്പമുള്ള വ്യക്തിയാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് അവരെ കുറച്ച് ഒഴിവാക്കുക. ഇത് അവരോട് ഡിസ്കസ് ചെയ്യേണ്ട, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു തരത്തിൽ നിങ്ങൾക്കൊരു കഴിവുണ്ട് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ, പക്ഷെ റിസ്ക് എടുക്കാനും ഇഷ്ടമാണ്. അതേസമയം തന്നെ ഭയങ്കരമായിട്ടുള്ള ഭയമാണ്, അപകർഷതാ ബോധം ഒക്കെ ഊട്ടി വളർത്തുന്ന ഒരു രീതി. അതൊക്കെ ഒന്ന് മാറ്റിവെച്ചാൽ കുറച്ച് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് എടുത്താൽ വലിയ രീതിയിൽ സാമ്പത്തികമായിട്ട് മുന്നേറാൻ നിങ്ങൾക്ക് പറ്റും. ഇപ്പോൾ ഒത്തിരി പ്രായമായിട്ടുള്ളവരാണെങ്കിൽ കൂടിയും അതിപ്പോഴും ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സ് വയ്ക്കണം, ഒത്തിരി പ്രായമായിട്ടുള്ള ആളുകളാകുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ഷാഠ്യങ്ങളും കൂടും. അത് പൊതുവെ പെട്ടെന്ന് ഷാഠ്യം ഉള്ള ആളാണെങ്കിൽ അപ്പോൾ അത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇപ്പോഴും മാറ്റം വരുത്താം. അതേസമയം വിദ്യാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ വളരെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെയുള്ളവർക്കും ഒരു ഏജിലുള്ളവർ, ഇപ്പോൾ 10-25 വയസ്സ് 30 വയസ്സ് ആ പ്രായത്തിലുള്ളവരൊക്കെയോ അല്ലെങ്കിൽ ഈവൻ വിദ്യാർത്ഥികൾക്കും അങ്ങനെയുള്ള അവസരങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് എടുക്കുന്നു. ജഡ്ജ്മെന്റ് ടൈമാണ്. ഇപ്പോൾ ഈ എനർജി, അതായത് ജഡ്ജ്മെന്റ് എനർജി എന്ന് പറയുന്നത്
എന്താണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് പലപ്പോഴും സഫലമാക്കാനുള്ള അവസരമാണ് ഈ ഒരു മാസം നിങ്ങൾക്ക് തരുന്നത്. അതിന് നിങ്ങൾ ഏത് പ്രായമുള്ള ആളുകൾ, ചില ആളുകൾ ചോദിക്കാറുണ്ട് ഇത് 60 വയസ്സിന് മേലെയുള്ളവർക്ക് ബാധകമാണോ എന്നുള്ളത്. തീർച്ചയായിട്ടും പ്രായം ഇവിടെ പറയുന്നില്ല. നിങ്ങൾ പ്രായം എത്രയാണെങ്കിലും ഇതിനുള്ള അവസരമുണ്ട്. ഫെയിം ആൻഡ് ഫോർച്യൂൺ, സാമ്പത്തികം മാത്രമല്ല പേരും പ്രശസ്തിയും ലഭിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ചില ആളുകൾ ചോദിക്കും എങ്ങനെയെന്നുള്ളത്. അപ്പോൾ ഈവൻ ചെറിയ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ, ഇപ്പോൾ ചില ആളുകൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട് സ്വന്തമായിട്ട്. ആ ഒരു പ്രായത്തിൽ ബോറടിക്കുമ്പോൾ വെറുതെ തുടങ്ങുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ വളരെ നല്ല കണ്ടന്റും സ്ഥിരമായിട്ട് ആളുകൾ ഇടുന്ന ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റ് ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ നിങ്ങളെ അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ ഒരു നല്ലൊരു ഇതിലേക്ക് പോകുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുക അറിയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ശരിയായിട്ടുള്ള നിങ്ങളുടെ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് കയറി നിൽക്കുന്ന സമയമാണ്. റൈറ്റ് തിങ് അറ്റ് റൈറ്റ് ടൈം എന്നുള്ളതാണ്. നിങ്ങൾ പലപ്പോഴും പല ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വിട്ടുപോയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്വയം മിണ്ടാണ്ട് ഇരിക്കുന്ന ഒരു രീതിയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരെ ആക്ഷൻ എടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് ലൈഫിൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. പലരെ സംബന്ധിച്ചൊരു യുറേക്ക മൊമെന്റ് എന്നൊക്കെ പറയില്ലേ, പെട്ടെന്ന് നിങ്ങൾക്ക് എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആ ഒരു ഡിവൈൻ ടൈമിംഗ് ആണ്. ഇപ്പോൾ ദൈവികമായിട്ടുള്ളൊരു സമയമാണ്. ആ സമയം നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ 10 ഓഫ് കപ്സ് എനർജി, അതായത് ഇതുവരെ നിങ്ങൾ അമിതമായിട്ടുള്ള ഉത്കണ്ഠ, അമിത ഭാരം ചുമന്ന് കഴുതയെ പോലെ ഭാരം ചുമന്നുകൊണ്ട് നടക്കുകയാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്ന ഒരു സമയമാണ്. അനാവശ്യമായിട്ടുള്ള ഭാരങ്ങളൊക്കെ ചുമലിൽ നിന്ന് ഇറക്കി വയ്ക്കുക, ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക, പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു പോസിറ്റിവിറ്റി ലൈഫിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത്, എവിടെ, എങ്ങനെ, അതായത് ഹാപ്പിലി എവർ ആഫ്റ്റർ എനർജിയാണ്. നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്ന മറ്റുള്ളവരുടെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും അനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ തന്നെ വന്നിട്ടുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്താണ് ഫീൽ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഹാപ്പിനെസ്, ജീവിതത്തിൽ സന്തോഷം നൽകുന്ന കാര്യം, നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യം എന്താണ് എന്നുള്ളത് മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ സൺ കാർഡാണ് പറയുന്നത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ലൈഫിൽ പല കാര്യങ്ങളിലും നിങ്ങൾ ആഗ്രഹിച്ച ഈ ഒരു മാസം ഒത്തിരി സന്തോഷമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അതിനൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. മറ്റുള്ളവരെ ഭയന്നുള്ള ജീവിതത്തിൽ നിന്ന് മാറുന്നു. ഇനി അവർ കൂടെ ഉണ്ടാവില്ല, അവരെന്നെ ഇട്ടിട്ട് പോവോ എന്ന് വിചാരിച്ച് ചില ആളുകളോടൊപ്പം നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന അനിവാര്യതയാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. കാരണം ഇവിടെ ചില ആളുകളും ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ ചില സുഹൃത്ത് ബന്ധങ്ങൾ, അല്ലെങ്കിൽ ചില റിലേറ്റീവ്സ് ആയിരിക്കാം, അവർ ചിലപ്പോൾ വളരെ ടോക്സിക് ആയിരിക്കും, അബ്യൂസീവ് ആയിരിക്കും. നിങ്ങൾ ചിലപ്പോൾ അവർക്കൊരു ഭാരമാണെന്നുള്ള രീതിയിലോ നെഗറ്റീവായിട്ട് ഒത്തിരി കാര്യങ്ങൾ അവർ പറയുന്നുണ്ടാവാം. പക്ഷെ ഇതൊക്കെ കേട്ടിട്ടും അറിഞ്ഞിട്ടും പറഞ്ഞിട്ടും നിങ്ങൾ അവരോടൊപ്പം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തുക. ഹെൽത്ത് വൈസ് വളരെ നല്ല സമയമാണ്. ഫിസിക്കലി ഫിറ്റ് ആൻഡ് ഹെൽത്തി ആണ്. നിങ്ങളുടെ ശരീരവും നല്ല രീതിയിൽ നോക്കുക, മനസ്സും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു ജീവിത സാഹചര്യം നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ള സമയമാണ്. അത് വരുന്നുണ്ട്. നിങ്ങളുടെ ശരീരവും മനസ്സും നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതേപോലെ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. ആത്മീയത, ജീവിതത്തിൽ ആത്മീയമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുക. അതായത് മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പം റിലീജിയസ് ആയിരിക്കും. ഇപ്പം നിങ്ങൾ പള്ളികളിലോ ക്ഷേത്രങ്ങളിലോ അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ പോകുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ ഇടങ്ങളിൽ പോയത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു മനസ്സമാധാനം എന്നിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഹൈ പ്രീസ്റ്റസ് എനർജി സൂചിപ്പിക്കുന്ന ഒരു പക്ഷേ നിങ്ങൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലും മറ്റുമൊക്കെ തീർച്ചയായിട്ടും ക്ഷേത്രങ്ങളോ പള്ളികളിലോ ഒക്കെ പോകുന്നത് നല്ലതാണ്. പക്ഷെ അത് നിങ്ങൾക്ക് കുറച്ചും കൂടി മാനസികമായിട്ടുള്ള നിങ്ങളുടെ സംഘർഷങ്ങൾ മാറാനും ഒക്കെ കുറച്ച് ആത്മീയതയിലേക്ക് കണക്റ്റഡ് ആവുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. നിങ്ങളൊരു വ്യക്തി എന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ആ ഒരു പ്രപഞ്ച ശക്തിയെ വിശ്വസിക്കാൻ തുടങ്ങുന്നു എന്നുള്ളത്, അത് ഒരു മതം എന്നുള്ള രീതിയിലല്ലാതെ
ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നു എന്നുള്ള ചിന്ത, ഒരു ദൈവം എന്നുള്ള ഒരു രീതിയിലുള്ള ചിന്ത, അതിനപ്പുറത്തേക്ക് ഒരു സുപ്രീം പവർ, ആ ഒരു പ്രപഞ്ച ശക്തി, ഒരു ശക്തി ഉണ്ട് നമ്മളെല്ലാവരെയും നയിക്കുന്ന എന്നുള്ള ലെവലിലേക്ക് ചിന്തിക്കാൻ തുടങ്ങുകയും ചില ആളുകൾ യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. സൂര്യ നമസ്കാരം, യോഗ, പ്രാണായാമം പോലുള്ള പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് പ്രിൻസസ് ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി പറയുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിതത്തിൽ പല 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 കാര്യങ്ങളിലും, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയ, ചെറുപ്പത്തിൽ കിട്ടാതെ പോയ പല കാര്യങ്ങളും പലർക്കും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്, അവസരങ്ങൾ വരുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലുള്ള അപകർഷതാബോധവും നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളും അതേ ചിന്തകളും അതേ പ്രവൃത്തികളുമാണ്. മാറ്റങ്ങൾ വരണമെങ്കിൽ നിങ്ങളായിട്ട് തീരുമാനമെടുക്കണം. പലപ്പോഴും പ്രായമാകാതെ തന്നെ പ്രായമായിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ, അതായത് നിങ്ങൾ ഒരു പരിധി വരെ നിങ്ങളുടെ അതേ പ്രായത്തിലുള്ളവർ നല്ല രീതിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പ്രായമായിട്ടുണ്ടെങ്കിൽ, എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഇല്ലാത്തത് കൊണ്ടാണെന്നൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി അല്ല, മറിച്ച് നിങ്ങളുടെ ചിന്താഗതിയാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ വളരെ നെഗറ്റീവ് ആയിരിക്കാം, നിങ്ങളും ആ ഒരു ചിന്തയിലായിരിക്കാം. ആ ചിന്തയിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.